നമ്മളെ കാന്താരി മക്കളെ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് ഇന്ന് മറ്റേ ഫുഡ് ബിരിയാണി ആക്കലും മറ്റേ കുഴിമന്തി ആക്കലും എന്നല്ല, ചെറിയൊരു അച്ചാറാക്കലാണ്. എന്താ അച്ചാറെന്ന് വെച്ചാൽ മാങ്ങ അച്ചാറുമല്ല നാരങ്ങ അച്ചാറുമല്ല പിന്നെ മിക്സഡ് അച്ചാറുമല്ല, കാന്താരി ഞങ്ങൾക്ക് അറിയാലോ. കാന്താരിൻ്റെ ഒരു അച്ചാറാണ്, ഒരു വെറൈറ്റി ആയിട്ടാണ്, ഭയങ്കര ടേസ്റ്റ് വന്ന് നമ്മൾ ഒന്ന് ടെസ്റ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു വീഡിയോ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോയിലും കാണുന്നുണ്ടാവും. ഞാനിപ്പോൾ നിലവിലുള്ളത് ആസൻ ഡിസ്ട്രിക്റ്റിൽ പിന്നെ ആലൂർ താലൂക്കിലെ മഗ്യ റായർക്കോപ്പിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു ചെറിയൊരു പിന്നെ എന്താ പറയുക കാപ്പിൻ്റെ തോട്ടമെല്ലാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ കുറേ മുന്നേ 1995 ആ കാലഘട്ടത്തിൽ നമ്മൾ താമസിച്ച ഒരു വീടാണ്, വാടക താമസിച്ച ഒരു വീടാണ് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്. വീട്ടിൻ്റെ ഉള്ളും കാര്യങ്ങളും കാണിച്ചത് ചെറിയൊരു വീടാണ് ആ സമയത്താണ്. അപ്പം പക്ഷേ നമ്മൾ കാന്താരിൻ്റെ ചോട്ടിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ കാന്താരി പറിക്കാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നേരെ കാന്താരി അച്ചാറാക്കുന്ന വീട്ടിലേക്ക് പോവാം. അപ്പോൾ ഈ കാപ്പിത്തോട്ടം ഞാൻ പറഞ്ഞ മുന്നേ, അപ്പോൾ ആ തോട്ടത്തിൻ്റെ ഉള്ളിലുള്ളത്. അപ്പോൾ ഇവിടെ കാന്താരി ചെടി ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ കാന്താരി പറിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ചെടിൻ്റെ മുകളിൽ തന്നെയാണ് ഇഷ്ടംപോലെ കാന്താരി ഉണ്ട്, കാണുന്നുണ്ട്. ചുവന്നതും അതുപോലെ തന്നെ പച്ചക്കളറിലായിട്ടുള്ള കാന്താരി ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമുക്കിത് പറിക്കാൻ കുറച്ച് ടൈം എടുക്കും. ഇത് മുഴുവനായിട്ട് കാണിക്കാൻ തന്നാൽ പരിപാടി എടുക്കും. നിങ്ങളെന്താക്കുക, വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് എന്തായാലും കാണണം. നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. കാന്താരി പറിച്ചെടിക്ക് ഒരുപാട് സമയം എടുക്കും കേട്ടോ ഇത്. കാരണം കാന്താരി പറിക്കലിനൊരു വലിയ ടാസ്ക്കാണ്. നമ്മളെ ഏട്ടൻ ഇങ്ങനെ കാന്താരി നീറ്റായിട്ട് പറിക്കുന്നുണ്ട്. ഏട്ടൻ പറയുന്നുണ്ടോ നീ ഒരു വീഡിയോ എടുത്തോ, കഷ്ടപ്പെടുന്ന ഞാനാണെന്ന്. ഒന്നില്ല, ഞാനും പറിക്കാൻ സഹായിക്കുന്നുണ്ട് കേട്ടോ. നമ്മളിവിടെ താമസിച്ചിരുന്ന സമയത്ത് പിന്നെ ഇവിടെ ഇഷ്ടംപോലെ നാരങ്ങ മരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ നാരങ്ങെല്ലാം പറിക്കാനും വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വരുത്തുന്നുണ്ട്. കുറച്ച് മുകളിലോട്ടെല്ലാം പോയാലുണ്ട്. ഇപ്പോൾ ഇവിടെ കംപ്ലീറ്റ് പിന്നെ തോട്ടത്തിൽ ആളൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. കംപ്ലീറ്റ് കച്ചറെല്ലാം കാണാം, അല്ലെങ്കിൽ പണിക്കാരും കാര്യങ്ങളും ഉണ്ടാവും. പിന്നെ എന്താ കാപ്പി സിന്ന സമയത്ത് കാപ്പിയെല്ലാം പറിച്ചിട്ടുണ്ട് കേട്ടോ, വെറുതെ രസത്തിന്. അന്നേരം പിന്നെ സീസൺ ആയാൽ കാപ്പിൻ്റെ കളറിലാണ് ചുവന്ന കളറിലുണ്ടാവുക. ആ സമയത്ത് ഒരു ടിന്ന് കാപ്പിയെല്ലാം പറിച്ചു കൊടുക്കും വെറുതെ. ഇത് കുമിളാണ്, ഇത് മുട്ടക്കുമിൾ എന്നാണ് പറയുക. പിന്നെ വേറൊരു ഈ നമ്മളെ അമ്പർല പോലത്തെ പിന്നെ കുമിളുണ്ടാവും. അപ്പോൾ അതാണ് സാധാരണ കറി വെക്കൽ. ഈ ഇടിയെല്ലാം വെട്ടിയാൽ ഈ കാപ്പിത്തോട്ടത്തിൻ്റെ ചപ്പിൻ്റെ ഇടയിലൊക്കെ ഇതുണ്ടാവും. അതെല്ലാം പറിക്കലുണ്ട് ആ സമയത്ത്. നമ്മൾ കാന്താരി ഓൾമോസ്റ്റ് പറിച്ചിട്ട് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അവിടെ പോയിട്ട് വേർതിരിക്കണം. ഫസ്റ്റ് നമ്മൾ സിംഗിളായിട്ട് പറിച്ച് പിന്നെ നോക്കുമ്പോൾ ഇത് ടാസ്ക് പരിപാടിയെന്ന് പിന്നെ മനസ്സിലായി. ഞാൻ എന്താക്കി ഒരു 5-6 കാന്താരിയുള്ള ഒരു ഏതെല്ലാം പറിച്ചെടുത്ത്. അപ്പോൾ ഒരു സഞ്ചി നിറച്ചും പറിച്ചിട്ടുണ്ട്. ഒരു സഞ്ചിയൊന്നും കാന്താരി ഉണ്ടാവില്ല കേട്ടോ, ആകെ കുറച്ചേ ഉണ്ടാവും. ഒരു പിന്നെ 200 ഗ്രാം കിട്ടി പോയാൽ പോയി. ഇതാണ് ഞാൻ പറഞ്ഞ വീട് കേട്ടോ, തള്ളൊന്നുമല്ല. നിങ്ങൾ തള്ളൊന്നും വിചാരിക്കണ്ട. നമ്മൾ ചങ്ങായിമാരിൽ ഇവിടെ വന്നിട്ടുണ്ട് കുറേ മുന്നേ. പിന്നെ ഏട്ടൻ്റെയൊക്കെ കല്യാണം കഴിഞ്ഞത് ഇതേ സ്ഥലത്തു നിന്നാണ്, ഈ റായർക്കോപ്പ് എന്ന സ്ഥലത്തു നിന്ന്. അപ്പോൾ ഈ വീട്ടിലാണ് താമസിച്ചത്. അതായത് 2000-ന് മുന്നേ. നമ്മളാ പുതിയ വീട് എടുത്തത് പിന്നെ 98-ലാന്ന് തോന്നുന്നു നമ്മൾ വീട് മാറിയത്. ആ വീടിൻ്റെ പിന്നെ വീഡിയോയും കാര്യങ്ങളും അടുത്ത വീഡിയോയിൽ കാണിക്കാം. തൽക്കാലം ഇത് ഞാൻ കാണിച്ചു തരാം. ഈ വീട് ഒന്ന് നിങ്ങൾ കണ്ടാളാ. വീടിൻ്റെ ഉള്ളിൽ കാണാൻ വേണ്ടി നോക്കുമ്പോൾ വീട് പൂട്ടിയിട്ടുള്ളത്, വീടിൻ്റെ മുതലാളി പൂട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഭാഗ്യമില്ല വീടിൻ്റെ ഉള്ളിൽ കാണാൻ. തൽക്കാലം പുറം കണ്ടു, ഇതിൻ്റെ ഉള്ളിൽ കാണുമെന്നറിയില്ല. ഇല്ല, കണ്ട ലോക്കലിട്ടിട്ട് നമ്മളെ പറ്റിച്ച്. വീടിൻ്റെ ബാക്കിലേക്ക് വന്നിട്ടൊരു ശ്രമം നടത്തി. അപ്പോൾ അതും ക്ലോസ് ആണ്. സംഭവം പഴയ വീടാണ്, പക്ഷെ ലോക്ക് ഭയങ്കര സ്ട്രോങ് കേട്ടോ. അപ്പോൾ ഇതാണ് വീട്. ഉള്ളിൽ കാണേണ്ട ഭാഗ്യമില്ല. ഇപ്പോഴും പൂടെല്ലാം പോയിട്ട് നശിച്ച് കിടക്കുക. ഒളിച്ചിട്ടില്ല മുതലാളി, എന്താണെന്നറിയില്ല. ഇപ്പോൾ നമ്മളെല്ലാം മെമ്മറീസ് അല്ല, അതുകൊണ്ട് അവിടെ വെക്കുന്നതായിരിക്കും. നമ്മളെ ഈ കുട്ടിക്കാലത്ത് കളിച്ചുകൊണ്ടിരുന്ന സ്ഥലമാണ് ഈട. പിന്നെ ഇതിൻ്റെ സൈഡിൽ നമ്മൾ കല്ലിനെ കൊണ്ട് ഇങ്ങനെ കയറിയിട്ട് 3-4 കുത്തലും പോലും അതുപോലത്തെ കളിയിലും കളിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കംപ്ലീറ്റ് വെള്ളമായിരുന്നു ഈ സമയത്തെല്ലാം. പിന്നെ മരങ്ങളെല്ലാം മുറിച്ചിട്ട് അതിൻ്റെ ഇതെല്ലാം പിന്നെ വേരും കാര്യങ്ങളിലും ഇട്ടിട്ടാണ് ഉള്ളത്. നമുക്ക് ദൂരത്തും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് മാത്രമേ വെള്ളം ഉണ്ടാകുന്നു തോന്നി. ഇപ്പോൾ സാധാരണ സമയത്ത് തന്നെ സ്റ്റോറേജ് ഉണ്ടാകുന്നില്ല. അതിൻ്റെ അപ്പുറം തന്നെ ചെറിയൊരു മുളങ്കാടുണ്ട്. ഇനി ഞാൻ ഒരു സ്ഥലം കൂടി കാണിച്ചു തരാം കേട്ടോ. നമ്മളെ ഈ ഇവിടെ ഒരു പിന്നെ ഇതിൽ അരിമുല്ലില്ലേ, നമ്മളെ ചെറിയ മുള്ളുള്ള അരിമുല്ല. ആ ഒരു പിന്നെ അതിൻ്റെ ഒരു പിന്നെ അരിമുല്ല എന്ന് പറഞ്ഞാൽ ഈ സാധനം, ഈ പിന്നെ ഈ പൂവുണ്ട് നിങ്ങൾ, ഇതിൻ്റെ ഫുള്ള് ഒരു ചെറിയൊരു കാടാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒളിച്ചെന്നാൽ ആരും കാണൂല. അപ്പം പണ്ട് പിന്നെ ഇവിടെ ഞാൻ 1-2 പഠിച്ചിന്. ആ സമയത്ത് 1ാം ക്ലാസ് 2ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആ സമയത്ത് സ്കൂളിൽ ഇൻസ്പെക്ഷൻ ആൾ വരുമെന്ന് പറഞ്ഞാൽ നമ്മളെന്താക്കി, ഞാനും എൻ്റെ ഏട്ടനും കൂടി നേരം മറ്റേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിക്കുന്നത്. നമ്മൾ ഏട്ടനും മുങ്ങി
മുങ്ങിയിട്ട് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല സ്കൂളിലേക്ക്. നോക്കുമ്പോൾ ഒരു പെണ്ണുങ്ങൾ കണ്ടിട്ട് ഉപ്പാണ്ട് പറഞ്ഞിട്ട് ഒന്നും നമ്മൾ അറിയുന്നില്ല. ഉപ്പ ചോദിച്ചതോടെ നമ്മൾ പറഞ്ഞു ഇൻസ്പെക്ഷൻ ആളെല്ലാം വന്നിട്ടുണ്ട്, പിന്നെ നോട്ടം നോക്കി ഒപ്പിട്ട് ഉപ്പ പറഞ്ഞാൽ ഒപ്പിട്ട് കാണിച്ചാന്ന് പറഞ്ഞു. ആരും ഉപ്പിടന്നെ പഠിച്ചോനാ പിടിച്ച് പൂശി വിട്ടുന്നേരോ ചെറുപ്പത്തിലാണ് ആ സ്ഥലം ഇത്. ഇപ്പോൾ എല്ലാം പോയി ഇവിടെ കാടൊന്നുമില്ല. ഇവരെൻ്റെ അടിപൊളിയായിട്ട് കൃഷിയെല്ലാം നടത്തുന്നുണ്ട് ഇവിടെ. നമ്മളെ കാന്താരി മക്കളെ ഭയങ്കര ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എന്താ വെച്ചാൽ ഈ കാന്താരിങ് മറ്റേ ഈ മൊത്തിയെല്ലാം കളഞ്ഞെടുക്കാൻ ജീരകത്തിൻ്റെ തോല് വിളിക്കാന്ന് പറയുന്നത് അതുപോലെയാണിത്. ഭയങ്കര റിസ്ക് പരിപാടിയാണ്. എന്നാലും നമ്മളെ കൊണ്ടാകുന്ന രീതിയിലൊന്ന് അടിപൊളിയാക്കിയിട്ട് കാന്താരിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇനി നമ്മുടെ തന്നെ ചെറുനാരങ്ങയുണ്ട്. ചെറുനാരങ്ങൻ്റെ ചെറിയൊരു ചെടിയുണ്ട്. അതിൽ പിന്നെ അതും കൂടി നമുക്ക് പറിക്കാം. ഇവിടെ തന്നെ നമ്മൾ ഉപ്പ നട്ടുകൊണ്ട് കുഴപ്പമില്ല, അതെല്ലാം എടുക്കാൻ വരുന്നത്. ഉപ്പ കൊണ്ട് പൂശൊന്നുമല്ല നാരങ്ങയെല്ലാം പറിച്ചിട്ടേ. കാന്താരിയെല്ലാം ഓൾമോസ്റ്റ് തീർന്നിട്ടുണ്ട്. അപ്പോൾ നാരങ്ങൻ്റെ ചെടികൾ കണ്ടില്ലേ, നമ്മൾ ഉപ്പ നട്ട് വളർത്തിയ പിന്നെ ചെറുനാരങ്ങൻ്റെ ഇതാണ്. നാരങ്ങയെല്ലാം പേർത്തിട്ട് കാണുന്നുണ്ട് നിങ്ങൾ. ഓക്കെ ഇതാ കണ്ടേ നിങ്ങൾ. അതുപോലെ തന്നെ ഇവിടെയുണ്ട് നാരങ്ങ പേർത്തിട്ടുള്ളത്. നമുക്ക് എത്ര നാരങ്ങ വേണ്ടേ? 3 നാരങ്ങ. ഈ കളറുള്ള നാരങ്ങ പോരെ? പേർത്തത് വരയ്ക്കാം. പേർത്ത നാരങ്ങ അണ്ണാഗീറോ ലിംബ എണ്ണു അല്വാ. അപ്പം മൂർത്ത കളത്തെ ഇതിന്. അപ്പോൾ ഒരു 3 എവിടെയുള്ള കാണുന്നില്ലല്ലോ. ആ ഗ്യാപ്പിൽ കൂട്ടിയാ ഉള്ളിൽ തരച്ചും പണിയാവും പഠിച്ചോനെ. അപ്പോൾ ടാസ്ക് ഇതാ എന്താ പോന്നെ. ചെറുനാരങ്ങ ചെടിയുള്ള ആൾ പറിക്കുമ്പോൾ സ്ഥലം പീഡന വാങ്ങിയിട്ടുള്ള ശീലമല്ലേ. നാരങ്ങ ലൈവായിട്ട് പറിക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മൾ കോഴി വളർത്തലുണ്ട് ഗ്യാപ്പിൽ. നിങ്ങളെല്ലാം നല്ല ഇങ്ങനെ ഓരോ ഗിളിരാജ കോഴി അല്ലേ, നല്ല പൂവം സെറ്റ് കോഴി നല്ല. നേരെ വീട്ടിലേക്ക് പോവാം. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഉപ്പാൻ്റെ ചെറിയ ചെറിയ കൃഷികൾ. ചങ്ങായിമാരെ നമുക്ക് കാന്താരി അച്ചാറിലേക്ക് കടക്കാം. അപ്പോൾ അതിനുള്ള പിന്നെ അടുപ്പും കാര്യങ്ങളും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു തവയും കൂടി എടുത്തിട്ടുണ്ട്. അതായത് നോൺ സ്റ്റിക്കിൻ്റെ ആണ്. അതിൽ പിന്നെ ഒരു 2 ടേബിൾ സ്പൂണ് പിന്നെ സൺഫ്ലവർ ഓയിൽ, അതായത് നോർമൽ ഓയിൽ ഉപയോഗിക്കുക, വെളിച്ചെണ്ണ ഉപയോഗിക്കുക, പ്രശ്നമില്ല. നമ്മളിപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അതിലേക്ക് കടക്കാം. സൺഫ്ലവർ ഓയിൽ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഒരു ചെറിയ സ്പൂണിൽ ഒരു 2 സ്പൂണ് മതിയാവും. പിന്നെ ചെറിയതാണ്. ഞാൻ 2 സ്പൂൺ കൂടി ഇതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ലോണം അടിപൊളിയായിട്ട് സംഭവം പൊട്ടുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പിന്നെ കറിവേപ്പില നല്ലോണം ശ്രദ്ധിക്കണം. ചെറുതായിട്ടൊന്ന് ഫ്ലെയിം കുറക്കുന്നുണ്ട് കേട്ടോ, കാരണം പിന്നെ നല്ലോണം പൊട്ടിത്തെറിക്കുന്നുണ്ട്. അതുകൊണ്ടാണ്. കാരണം കറിവേപ്പിലയിൽ വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ വല്ലാണ്ട് തെറിക്കുന്നത്. ഇനിയിപ്പോൾ നല്ലോണം കലബലം കിട്ടും ഉമ്മാൻ്റെ. കാരണം ഓയെല്ലാം പൊട്ടിത്തെറിച്ചിട്ട് കമ്പിളി പുറത്തേക്ക് ആയിട്ടുണ്ട്. ഇപ്പോൾ തുടക്കണ്ടിക്കിൽ ഒരാൾ പണിക്കാക്കേണ്ടി വരും. നല്ലോണം പൊട്ടുന്നവരെ ഇവിടെ വെക്കുക. എന്തോ കടുകിന് വല്ലാണ്ട് ദേഷ്യം പിടിച്ചു കേട്ടോ. വല്ലാണ്ട് പോയിട്ട് കൈക്കെല്ലാം തീർത്ത്. എന്നാലും കുഴപ്പമില്ല. അങ്ങനെ സംഭവമാണ്. റിസ്ക് എടുത്തിട്ട് നമ്മുടെ പരിപാടി തെറ്റാണല്ലോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ അതിലേക്ക് അറിയാമല്ലോ ഉലുവ, അത് ഏകദേശം ഒരു 1.5 സ്പൂൺ 2 സ്പൂൺ ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ പിന്നെ ജീരകമുണ്ട്. ജീരകവും കൂടി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കാലാവസ്ഥ നല്ല തണുപ്പുണ്ട്. കാരണം പിന്നെ ഒന്നാമത് പിന്നെ കൊടകിൻ്റെ ഒരു ബോർഡർ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി തണുപ്പുമാണ്, നല്ല ക്ലൈമറ്റുമാണ്, വെയിലും ഇല്ല. നമ്മളെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ട്. അവരോട് ചോദിച്ചാൽ അവർ പറയും. അവർ ചിലപ്പോൾ കമൻറ്റിലിട്ടാൽ അടിയിൽ നമ്മൾ പോയ സ്ഥലമാണ്. അവർക്കെല്ലാം ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പിന്നെ ഏരിയ. നമ്മളധികം അങ്ങോട്ട് ടൂറിലും വരുന്നുണ്ട്. ചിക്കമംഗ്ലൂരേക്ക് പോകാനും വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ കൊടകലും കവർ ചെയ്താൽ ഈ ഭാഗത്ത് വന്നിട്ട് ഇവിടുന്ന് പരിപാടികളാക്കിയിട്ടേ പോക്കുള്ളൂ. മുമ്പെല്ലാം വരുന്ന സമയത്ത് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ആ സമയത്ത് തുടങ്ങിയെങ്കിൽ നമ്മൾ കുറച്ച് വീഡിയോ ഇടേനും. അപ്പോൾ ഇതിലേക്ക് ഏകദേശം ഒന്ന് അടങ്ങിയിട്ടുണ്ട്, ഇതിൻ്റെ ദേശീയം അടങ്ങിയിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒരു 6 ചെറിയ അല്ലി വെളുത്തുള്ളി, അതായത് പിന്നെ മുഴുവനായിട്ടുള്ള വെളുത്തുള്ളി അടർത്തിയെടുത്തിയാണ്. അപ്പോൾ മുറിക്കണ്ട. അപ്പോൾ ഇങ്ങനെ മുഴുവനായിട്ട് തന്നെ പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കളറൊന്ന് ചെറുതായിട്ട് മാറും. ഒരു ബ്രൗൺ കളറാകുന്നവരെ പിന്നെ ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കാം. ചെറുതായിട്ട് ഫ്ലെയിം കൂട്ടിക്കോ, ഇനി ഇങ്ങനെ ഇതിന് ദേഷ്യം പിടിക്കില്ല. അപ്പോൾ ഇത് ഏകദേശം ഒരു പിന്നെ ബ്രൗൺ കളറിലായിട്ടാണ് കാണാൻ പറ്റുന്നുണ്ട്. കണ്ടോ ഒന്ന് പിന്നെ
ഏകദേശം ഇതാ ഈ ഒരു കളറിലായാൽ ഇതൊക്കെ ഉണ്ടോ ബ്രൗൺ കളറായില്ലേ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കുക, മാക്സിമം എത്ര കുറക്കാൻ പറ്റും അത്രയും. ഓഫായി പോകണ്ട കേട്ടോ. അപ്പോൾ അത്രയും കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് പിന്നെ ഞാൻ 2 സ്പൂൺ ഇപ്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. മുളക് പൊടിയാണ്, അപ്പോൾ ഇവിടെ തന്നെ പൊടിച്ച പൊടിയാണ്. അതുപോലെ തന്നെ ഒരു 1/2 സ്പൂണോളം മഞ്ഞൾപ്പൊടിയും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യാം. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാനിപ്പം പിന്നെ ഒരു 3/4 സ്പൂണ് 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 1 സ്പൂൺ നോക്കിയിട്ട് ആഡ് ചെയ്യാം, കാരണം കൂടിപ്പോയെങ്കിൽ ബുദ്ധിമുട്ടല്ലേ. എന്നിട്ടൊന്ന് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാല ആക്കാമെന്ന് പ്രത്യേകം പറഞ്ഞു, അതുപോലെ ഇളക്കാനും പ്രത്യേകം പറഞ്ഞിട്ടുണ്ടല്ലോ, നമുക്കറിയാലോ. നന്നായിട്ടൊന്ന് ചെറിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് പുറത്തൊന്ന് പോകാണ്ട് പിന്നെ ഇളക്കുക. പിന്നെ ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റും കൂടി പിന്നെ ഒന്ന് ചൂടാൻ വേണ്ടി വെക്കുക. കാരണം ഇതിൻ്റെ ഒരു മസാല ഒരു പച്ച ചുഴയിലുണ്ടാവില്ല, ആ ചുഴയൊന്ന് മാറിക്കിട്ടാനും വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ പിന്നെ ഇതിൻ്റെ പച്ച ചുഴയൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് കാന്താരി ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നല്ല നേരത്തെ ഞാൻ കാണിച്ചിട്ടുണ്ട് എടുത്ത് വെച്ചിട്ടുള്ള. നല്ല കഴുകി വെടിപ്പായിട്ട് വൃത്തിയാക്കി വെച്ച കാന്താരിയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്, ഞാൻ കാണാൻ പറ്റുന്നുണ്ട്. കാന്താരി മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് ഞാൻ. എന്നിട്ട് ഇട്ടിട്ട് നിങ്ങൾ ഒന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് അടിമറിച്ചിട്ട് എല്ലാ ഭാഗവും നല്ലോണം ഉടഞ്ഞോളും കാന്താരി. ഇനി ഓൾറെഡി എണ്ണപ്പശിലുണ്ടല്ലോ, ഇളക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഞാൻ കാന്താരിൻ്റെ ക്വാണ്ടിറ്റി കൂടിയെന്ന് തോന്നുന്നു. ഇത് തന്നെ പിന്നെ ഉണ്ടാക്കാൻ എന്താ പറയുക, പറിക്കാൻ വിട്ട പാട് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. നല്ല കഷ്ടപ്പാട്. അതുപോലെ തന്നെ കഷ്ടപ്പാട് പോലത്തെ നല്ല സാധനമാണ് ഈ കാന്താരി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാലോ, അത് കൊളസ്ട്രോളിനെ തടുക്കുന്നൊരു സാധനമാണ്. കാന്താരിക്കെല്ലാം മാർക്കറ്റ് നല്ല റേറ്റാണ്. 1 കിലോന് ഏകദേശം ഒരു ഏരിയ ബേസ്ഡാണെങ്കിൽ മിനിമം 800 മാക്സിമം 1000 രൂപ വരെ കാന്താരിക്കുണ്ട്. കാന്താരിക്ക് ഭയങ്കര ഡിമാൻഡുള്ള സാധനമാണ്, നല്ലതാണ് ആരോഗ്യത്തിന്. നല്ല എരിവുള്ള സാധനം തന്നെ. കാന്താരി ചില്ലറക്കാരനല്ല സത്യത്തിൽ, അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. ഇതിൻ്റെ പിന്നെ ഏകദേശം ഒരു കോലം കാണുമ്പോൾ നമുക്ക് മുളക് പൊടി പോരെ ഇതിലേക്ക്. അപ്പോൾ ഞാനൊരു 2 സ്പൂണും കൂടി മുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ഒന്നും കൂടി ആഡ്. അതുപോലെ തന്നെ ഞാൻ ഉപ്പ്, കാരണം കാന്താരിക്ക് ഉപ്പ് ഇടിക്കണമെങ്കിൽ വലിയ പണിയല്ലോ, ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ ഞാൻ 2 ഇട്ട് നേരത്തെ, അപ്പോൾ ഞാൻ 2.5 സ്പൂൺ കൂടി ആഡ് ചെയ്തു. അപ്പോൾ ടോട്ടൽ 4 സ്പൂൺ. നോട്ട് ചെയ്താടാ, ഉപ്പ് കൂടുകയും ചെയ്യില്ല, പേടിക്കണ്ട. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസിന് ചെറുനാരങ്ങയാണ്. അപ്പോൾ ചെറുനാരങ്ങ സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് നമുക്കത് ആഡ് ചെയ്യാം. ഇതിങ്ങനെ കായുന്നുണ്ട്, ഏകദേശം നല്ലോണം വാടും. ഇത് കാണുന്ന പോലെ നല്ല അടിഞ്ഞിട്ട്, അതായത് ഈ നല്ല ഉണ്ടപ്പനായിട്ടുള്ള സാധനം കണ്ട കുരുമുളക് കാന്താരി അതെല്ലാം പിന്നെ അടിഞ്ഞിട്ട് പിന്നെ ഇതാവും. ഞാൻ ഓയിലിൻ്റെ കുറച്ചൊരു കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചൊരു ഓയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഞാൻ ഒന്നും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. സംഭവം എന്ന് വെച്ചാൽ ഒരു നനവ് കാണുന്നില്ല, അതുകൊണ്ടാണ് നേരത്തെ പിന്നെ 2 സ്പൂൺ ആ ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് 3 ടോട്ടൽ ഒന്ന് നോട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇത് ഇളക്കി നല്ലോണം സെറ്റായി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് മൂടി വെക്കുന്നുണ്ട്. കാരണം മൂടി വെക്കണം, എന്നാലേ അത് പിന്നെ നല്ലോണം വെന്തിട്ട് പിന്നെ അടിയും. അപ്പോൾ പിന്നെ ഒരു ചെറിയൊരു ഹോൾസുള്ള ഇതിൻ്റെ തന്നെ മൂടിയാണ്. അപ്പോൾ ചെറുതായിട്ട് കാറ്റ് പുറത്തേക്ക് പോവുകയും ചെയ്യും, അങ്ങനെ അടിക്കും പോകില്ല. അപ്പോൾ നമുക്ക് ഒരു 10 മിനിറ്റ് നമുക്ക് പൊത്തി വെക്കാം, എന്നിട്ട് നോക്കാം എന്തിൻ്റെ അവസ്ഥ എന്ന്. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്തോളൂ. ചിലപ്പോൾ അടിക്ക് പോയിനെങ്കിൽ പിന്നെ ഒരു ധൈര്യത്തിനാണ് റിസ്ക് എടുക്കേണ്ടത്. അതുപോലെ തന്നെ ഫ്ലെയിമൊന്ന് ചെറുതായിട്ട് കുറച്ച് വെക്കുകയും ചെയ്യുക. ഇപ്പം ഫുൾ ഫ്ലെയിമിലുള്ളത്. അപ്പോൾ അതിൻ്റെ പിന്നെ സ്റ്റീം ചെറുതായിട്ടൊന്ന് കുറച്ചതിൻ്റെ ശേഷം ഒന്നും കൂടി നമ്മൾ മൂടി വെക്കുന്നുണ്ട്. ഇപ്പോൾ ഇനി അടുത്ത തുറക്കൽ പിന്നെ ഏകദേശം വെന്തടിഞ്ഞതിൻ്റെ ശേഷമായിരിക്കും. ഗ്യാപ്പിലൊന്ന് പൊക്കി വയ്ക്കോട്ടെ, കാരണം അടിക്ക് പോയാൽ പിന്നെ ഒരു കൊളാവില്ല. അതുകൊണ്ട് തന്നെ ഗ്യാപ്പിലൊന്ന് പൊന്തിച്ച് നോക്കുന്നതിനെ കൊണ്ട് വലിയ ഇടങ്ങാറില്ല. ഞാനിതിൻ്റെ മൂടി അങ്ങ് എടുക്കുന്നുണ്ട്, കാരണം ഏകദേശം പിന്നെ ആയിട്ടുണ്ടെന്നൊരു റിസൾട്ട് കിട്ടും. ഇത് ചിലപ്പം പൊട്ടിത്തെറിക്കും കേട്ടോ, ഈ കാന്താരി അന്നേരം ശ്രദ്ധിക്കണം നിങ്ങൾ തുറക്കുന്ന സമയത്ത്. ഇത് ഓൾമോസ്റ്റ് അടിഞ്ഞ് ഞാൻ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ, നല്ല സെറ്റായിട്ടുണ്ട് സംഭവം. ഞാനിതിലേക്ക് പിന്നെ ഒരു നാരങ്ങ, അതായത് 1.5 മുറിയോ 1 മുറി നാരങ്ങ പ്രശ്നമില്ല നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്തോ. കണ്ടോ പൊട്ടുന്നുണ്ട് സംഭവം, അതുകൊണ്ടൊന്ന് തെറിക്കുക. കണ്ടാലും തെറിച്ചാൽ പിന്നെ പറയണ്ട പൊന്നോ. അപ്പോൾ 1 മുറി നാരങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഈ സിട്രിക് വിനാഗിരില്ലേ, അതായത് സിർക്ക
പിന്നെ ഒരു ടേബിൾ സ്പൂണ് സിർക്ക ആഡ് ചെയ്തിട്ടുണ്ട്. സിർക്ക ഒഴിച്ച് നോക്കുമ്പോൾ അടിച്ച് മൂക്കിലേക്ക് സംഭവം കയറിക്കാഞ്ഞ് അപ്പോൾ എൻ്റെ പൊന്നോ. അപ്പോൾ സിർക്ക നമ്മൾ ആഡ് ചെയ്തെങ്കിൽ മനസ്സിലായി, പ്രത്യേകിച്ച് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇത് കുറച്ച് ലോങ് ടൈം നിൽക്കാനും വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് കേടാവില്ല സിർക്ക ഉപയോഗിച്ചാൽ. സിർക്കൻ്റെ അളവ് ഉപയോഗിച്ചാൽ പിന്നെ ഒന്നിനും കൊള്ളൂല. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതായത് സിർക്ക ഒഴിക്കുമ്പോൾ കൂടുതൽ ഒഴിക്കാൻ പാടില്ല. അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുള്ള സിർക്കയെ ഒഴിക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ഇടങ്ങാറാണ്. നമുക്ക് ഒരു മുറി നാരങ്ങ പിഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് ഒരു അരമുറി കൂടി ബാക്കിയുണ്ട്, അതും കൂടി അങ്ങ് പിയ്യുക, അല്ലെങ്കിൽ ചിലപ്പം ലാസ്റ്റ് ഇതാണ്ട. അപ്പോൾ അരമുറിയും കൂടി പിഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ പ്രോസസ്സ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നിങ്ങളിതിൻ്റെ ഉപ്പും കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കാം. അപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഒന്നും കൂടി നോക്കിക്കളാം. കാരണം അച്ചാറെന്ന് പറഞ്ഞാൽ ഒരു 2 ദിവസം എങ്കിലും ഇട്ട് വെക്കണ്ട, എന്നാലേ സെറ്റാവും. അപ്പോൾ പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് നോക്കണം. ഇതിൻ്റെ ഇത് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സംഭവം. അടി നാരങ്ങ പിന്നെ കാന്താരിയൊക്കെ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. അത് നല്ല തടിച്ച് ഉണ്ടപ്പൊക്കുറവായ പിന്നെ കാന്താരി ഇതെന്താ മാറിപ്പോന്ന്. അതുകൊണ്ട് കാന്താരി ഇതാ നമ്മളിത് കുപ്പിയിലേക്ക് മാറ്റുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ കളർ ഇങ്ങനെയാണ്. 2 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ എടുത്ത് നോക്കിയാൽ ഇതിൻ്റെ കംപ്ലീറ്റ് പിന്നെ ബ്രൗൺ കളർ, അതായത് പിന്നെ ഒരു കാപ്പി ബ്രൗൺ. നിങ്ങൾക്ക് എന്താ പറഞ്ഞുതരാം, നിങ്ങൾ ഈ ഇല വേണ്ട, ഇത് കാപ്പിൻ്റെ ഇലയാണ്. ഈ ഇലൻ്റെ ഒരു കളറായിട്ട് മാറും ഇത്. ചെങ്ങനെ പറയാം. അപ്പോൾ നമ്മൾ പിന്നെ കാന്താരി അച്ചാർ പിന്നെ ഒരു ബോട്ടിലിട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത് മാക്സിമം പിന്നെ ഉപയോഗിക്കുമ്പോൾ കുപ്പി ബോട്ടിൽ ഉപയോഗിക്കുക, പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിക്കാണ്ട്. അപ്പോൾ സെറ്റായിരിക്കും. ഇത് ഓർലിക്സിൻ്റെ ഒരു വീട്ടിലുണ്ടായിരുന്നൊരു ബോട്ടിലൊന്ന് കഴുകി മുഞ്ചാക്കി എടുത്ത് കറക്റ്റ് ഒരു കുപ്പി കാന്താരി കഷ്ടപ്പെട്ടതിനുണ്ട്. ഞാൻ വിചാരിച്ച് ഇത്രയും കിട്ടുമെന്ന് മനസ്സിൽ കണക്ക് കൂട്ടിയതാണ്. നോക്കുമ്പോൾ ഇത്രയുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾ മസാല എല്ലാം കാണുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5-8 മാസത്തേക്കുള്ള സാധനം ആയിട്ടുണ്ട്. ഒരു 7-8 മാസം ഒരു കൊല്ലത്തോട് ഉപയോഗിച്ചാൽ സംഭവം ഒന്നുമല്ല. സിർക്ക ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ സെറ്റായിട്ടുണ്ട്. 2 ദിവസം 3 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം. ഇത് ഉണ്ടാക്കിയിട്ട് എന്തായാലും ഉണ്ടാക്കണം. കാരണം നല്ല സാധനം കാന്താരി എന്ന്. നിങ്ങൾ ആരോട് ചോദിച്ചാലും കാന്താരി എന്ന് പറയുമ്പോൾ ഒരു കാന്താരി പുലിയാ മോനെന്ന്. അപ്പോൾ കാന്താരി പുലി തന്നെയാണ് സംഭവം. കൊളസ്ട്രോൾ അതുപോലെ തന്നെ നല്ല ആരോഗ്യത്തിന് നല്ലതാണ് കാന്താരി. അപ്പോൾ കാന്താരിയെക്കുറിച്ച് ഞാൻ വലിയ കഥയൊന്നും പറയുന്നില്ല, സമയമില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിനകത്ത് കുറച്ച് നമ്മളെ പിന്നെ മെമ്മറീസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതും കൂടി സ്കിപ്പ് ചെയ്യാൻ നിങ്ങൾ പിന്നെ കാണണമെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഫാമിലി ഗ്രൂപ്പ് മറ്റു ഗ്രൂപ്പുകളിലേക്ക്. അതുപോലെ തന്നെ പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇത് ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. കാരണം എന്നോട് നാട്ടിൽ 2-3 നാൾ ഉണ്ടാക്കിയിട്ട് പിന്നെ വാട്സപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിച്ചാൽ മറ്റുള്ള ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാക്കാനും വേണ്ടിയിട്ടുള്ള അതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി പുതിയ വീഡിയോ ആയിട്ട് 2-3 ദിവസം ഇവിടെ തന്നെ കാണും, 2 ദിവസം ഇൻഷാ അല്ലാഹ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ എൻ്റെ വീടും പരിസരങ്ങളും ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന വീടും പരിസരങ്ങളും കാണിച്ചു തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും ഇൻഷാ അല്ലാഹ്.